ഇപ്പോൾ ക്യാമറമാൻ്റെ അടുത്ത് ചോദിക്കാം ഇത് ഏത് മീനാണെന്ന് ചോദിക്കാം. എടാ മോനെ ഇത് ഏത് മീന്? ഫുഞ്ചി. അപ്പോൾ നമ്മൾ ഫുഞ്ചിയെ മസാല ഇടാൻ പോവാണ്. ഫുഞ്ചി ആകുമ്പം എനിക്ക് തോന്നുന്നു മീറ്റ് ഒന്ന് നോക്കാം. അതിനകത്ത് കട്ടിയുള്ള മീറ്റാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നല്ല മസാല നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ശകലം മുളക് പൊടി ഇട്ടിട്ട് കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്. കാശ്മീരി ചില്ലി പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ സോയാ സോസ് കേട്ടോ. സോയാ സോസ് ഒഴിച്ചു. പിന്നെ സോയാ സോസ്, പിന്നെ നമുക്ക് തൈര് കൂടിയാണ്. തൈര് വേണ്ട, തൈര് മറക്കരുത്, മീനായതുകൊണ്ടാണ് തൈര് ഉണ്ടല്ലോ. തൈരിട്ടു. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇച്ചിരി പോലെ കുരുമുളക് പൊടി ഇടിക്കട്ടെ. കുരുമുളക് പൊടി ഇട്ടു, ഇഷ്ടപ്പെട്ട കൂടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി പച്ചമുളക് പേസ്റ്റ് ഇതിപ്പുണ്ട്, ശകലം അത് ഒഴിച്ചു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ശകലമുണ്ട്. ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? ഈ സാധനം ഒഴിച്ചു. നമ്മൾ ഇച്ചിരി പോലെ വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർക്കുകയാണ്. ഇച്ചിരി പോലെ വെളിച്ചെണ്ണ കൂടി ഇരുന്നോട്ടെ. ഇവനെ നമ്മളങ്ങ് ചേർത്തിട്ട് നമ്മളിവനെ മസാല ആക്കാൻ പോവാം. തൈരുമായിട്ട് നമ്മൾ ആ മസാല റെഡിയായി. അതുകൊണ്ടല്ലോ ഓക്കെ, മസാല റെഡിയായി. ഇങ്ങനെ അടുത്തൊന്നുമില്ല ഇവിടെ. അപ്പോൾ മസാല നമ്മളിവിടെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിനി ഇത് ശകലേ നാരങ്ങ കൂടി അത് പിഴിഞ്ഞെടുക്കുകയാണ്. കാരണം ഇതിനകത്ത് നാരങ്ങയുടെ ഒരു കുറവ് കാണുന്നു കേട്ടോ. മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി കുരു മാത്രം വരുന്നു. നമ്മുടെ മീനിന്റെ പേര് പറഞ്ഞില്ല, എന്താണ്? ഫുഞ്ചി. റേഡ ഫിഷ് എന്ന് പറയും ഫുഞ്ചി. അപ്പോൾ ഫുഞ്ചിയെ നമ്മൾ റെഡിയാക്കിയാണ് മക്കളെ. നോക്ക്, ഫുഞ്ചി നോക്കിയാണ്. ഓക്കെ, ഫുഞ്ചിക്ക് മസാല റെഡിയായി. എന്താ പറയുക, പഴയ ജയൻ്റെ പാട്ട് പോലെ കണ്ണും അല്ലേ വേണ്ട. ഫുഞ്ചിക്ക് മസാല ഇട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് വെറും പെപ്പർ കൊണ്ട് മാത്രം ഒരു മസാല ഇടാം കേട്ടോ. പെപ്പർ മസാല മാത്രം, പെപ്പർ കൊണ്ട് വേണ്ടല്ലോ. അടുത്തത് പെപ്പറാണ്. കുരുമുളക് എടുത്തണം, കുരുമുളക്. തൈരിട്ടു. നാരങ്ങ ശകലം പിഴിഞ്ഞൊഴിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ. മഞ്ഞൾപ്പൊടി വേണ്ട, ശകലം മഞ്ഞൾപ്പൊടി ഇട്ടോ. ചെറിയൊരു ഗുമ്മിനിട്ടുന്നോട്ടെ. എത്ര ഇട്ട് കുരുമുളക് പൊടി? ഒരുപാട് ഇട്ടോ? ഇട്ടോ? മതി. ഒന്ന് ഇട്ടാണ്, കുറച്ചുകൂടി കുരുമുളക് ഇട്ടാണ് പാട്. ഇട്ടോ? മതി. ശകലം ഉപ്പിട്ടെ. ഉപ്പ് ശകലം മതിയാ? ഇല്ല അങ്ങനെ ഇടരുത്. ഒരിക്കലും ഉപ്പ് സ്പൂൺ ഇട്ടന്നെ ഇടണം കേട്ടോ. കുറച്ചുകൂടെ മതി. നമ്മുടെ ഇവിടത്തെ അത് നമ്മൾ നാരങ്ങ കൂടി വേണം. അതിൻ്റെ എല്ലാ കെട്ടും പോകാൻ വേണ്ടി നമ്മൾ നാരങ്ങ ഒഴിക്കുന്നത് വേണ്ട. ഉപ്പുണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്കി. ഇത് വേറൊരു മസാലയാണ് ഉണ്ടല്ലോ. നമ്മൾ വേറൊരു മസാല ചേർക്കുന്നു. ഹസനെ കുളിപ്പിക്കുകയാണെന്നുള്ള പരിപാടിയാണ്. സ്നാപ്പർ റെഡ് സ്നാപ്പർ അല്ല, അതിൻ്റെ മൂത്താപ്പ. അങ്ങനെ മൂത്താപ്പ. ഓക്കെ, നമ്മൾ അടുത്ത ഇവനെ ഇത് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് വെറും പച്ചമുളകിൽ ചെയ്യാൻ പോകാം. പച്ചമുളക് മാത്രം. പച്ചമുളക്, തൈര് ഉണ്ടല്ലോ. പച്ചമുളകും തൈര്, സോയാ സോസ്. ഒരു കാര്യം അതിന് വിട്ടുപോയി, സോയാ സോസ് ഒഴിക്കാൻ മറന്നു കേട്ടോ. തൈരിടും മോനെ. തൈരെടുത്താണ് മോനെ. അവിടെ കുടിച്ചു കേട്ടോ. അതിന് ഉപ്പ് വേണം. ഉപ്പ് അടുത്ത മസാല ഉണ്ടല്ലോ. ഉപ്പ് തൈരിടുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. തൈരിടുന്നത് പൊത്ത് അകത്ത് കയറാൻ വേണ്ടിയായിട്ട്. നാരങ്ങ ഇടുന്നത് പൊത്ത് കയറാൻ. സോയാ സോസ് ഇടുന്നത് ഛർദ്ദിക്കാതിരിക്കും കേട്ടോ. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ ഗസ്റ്റിന് എപ്പോഴും ശ്രദ്ധിക്കണം. സോയാ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ വൊമിറ്റിംഗ് ഉണ്ടാകത്തില്ല കേട്ടോ.
കേട്ടോ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ ഓക്കെ. അടുത്ത ഇത് മറ്റേ ഇത് തന്നെയല്ലോ, അസൈൻ തന്നെ. അസൈൻ വേണ്ട, അസൈനോടെ കിടക്കട്ടെ. അസൈനത്തിൽ കൂടുതൽ കിടപ്പുണ്ട് കേട്ടോ. അസൈൻ കൊടുക്കുകയാണേ. ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയത്തുനിന്നാണ്, അതും കൂടി പറയും. പിന്നെ അത് വരല്ലേ. ഇത് എല്ലാം ചെറിയ സ്പെഷ്യലാണല്ലേ, ചെറിയ സ്പെഷ്യലാണ്. ചെറിയത്തെ സ്പെഷ്യൽ മീനിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് വേറൊരു പ്രത്യേകത പറഞ്ഞത്, നമ്മളിത് ആൾതാമസമില്ലാത്ത സ്ഥലമാണ്. ആൾതാമസമില്ലാത്ത സ്ഥലം കൽപ്പനയുള്ള ഒരു ഭാഗമാണ് ചെറിയ. ഇത് കേട്ടോ ചെറിയ. എൻ്റെ അടുത്ത് പറഞ്ഞു തരണ്ട, ഏറ്റവും ബ്യൂട്ടി ലക്ഷദ്വീപിലെ കൽപ്പേരി ദ്വീപിനെ സുന്ദരിയാക്കുന്നത് ഇവനാണ് എന്നല്ലേ പറയുന്നത്. കുറച്ചുകൂടി അടുത്തത് നമുക്ക് സോയാ സോസ് ഒഴിക്കുക കേട്ടോ. ഇതാണെങ്കിൽ നോക്കിയാണ് നമ്മൾ വെറും മഞ്ഞപ്പൊടിയോടെ ചെയ്യാൻ പോകട്ടോ. കേട്ടോ മഞ്ഞപ്പൊടി, നാരങ്ങ നീര് ഒഴിച്ച് തരണം. തൈരും കൂടി കേട്ടോ. കറുങ്കുറാവള്ളി അല്ലേ? സ്വീറ്റ് പല നാട്ടിലും പല പേര്. നമ്മള് എല്ലാം നമ്മളെ ചുമ്മാ എടുത്തിട്ടേ നമ്മളീ പണ്ട് ജയൻ കുതിരയിൽ മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, എന്ത് നീയാണേ. പിന്നെ എന്താ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വെച്ചു ഉറങ്ങട്ടെ. പിന്നെ നമ്മൾ ഇതേ കണ്ടുകൊണ്ടിരിക്കുന്നവരോടൊരു കാര്യം പറയാനുണ്ട്. ഇത് ഇങ്ങനെ സ്പെഷ്യൽ ആവശ്യമുണ്ടെങ്കിൽ വേണ്ട, എലിയാസ് എന്ന് പറയുന്ന ഒരു ചെക്കനുണ്ട്, അവൻ്റെ നമ്പർ ഞാനിതിലിട്ടേക്ക് കേട്ടോ. ഒന്ന് വിളിച്ചേക്കണം, ചാമ്പിയേക്കണം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഈ ആഘോഷങ്ങൾക്ക് ഇപ്പം ഇത് കണ്ടോ, ഈ വൈബ് കണ്ടോ, ഈ വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ സത്യം പറയാം, ലക്ഷദ്വീപിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്തില്ല കേട്ടോ. കാരണം ഇത്രയും എല്ലാം ഫുൾ സെറ്റപ്പായിട്ട് ഒരു ആളില്ലാത്ത സ്ഥലത്ത് ഇവൻ കൊണ്ടുവന്ന് എന്നെ പറ്റിച്ചേട്ടാ ചെറിയത്ത്. അത് നോക്കിയേ, ടെൻറ്റ് തൊട്ട് A to Z മസാല എന്ന് പറഞ്ഞാൽ കൈ നിറച്ച് മസാല. ഇന്ന് നോക്കിയേ എന്താ മക്കളെ, ഒരു രക്ഷയില്ലായിട്ട് അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യം. ഉണ്ടല്ലോ. ഇനി അടുത്തത്, ഇനി ഒരു മിസ്റ്റേക്ക് ഇത് കൂടി വേണം, കൂടി നമുക്ക് ഇട്ട് നിർത്താം കേട്ടോ. അത് വെറും മുളക് പൊടി മാത്രം ഇട്ട് കേട്ടോ. മുളക് പൊടി മാത്രം, തൈരും സോയാ സോസ് ഇട്. ഉപ്പ് നാരങ്ങ നോക്കിക്കൊള്ളു പറയണേ. മക്കളെ ഇത് കണ്ടല്ലോ, ഇങ്ങനെ മസാല എടുത്ത് നമ്മളെ വേറൊരു സത്യം, ഞാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നതാണ്, കടപ്പുറത്ത് ഒരുപാട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും സത്യം പറയാം, ആംബിയൻസ് പറയുമ്പോൾ എങ്ങനെ പറയാമെന്നറിയാമോ? എല്ലായിടത്തും പറയട്ടെ, നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ പോയി കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോകുമ്പോഴേ ഏതായാലും ഞാൻ ഇവിടെ താങ്ക്സ് പറയേണ്ടത് ഇലിയാസിനോടാണ്. ഇലിയാസിനെ ഏതായാലും കണ്ടുകൂട്ടിയതുകൊണ്ട് എനിക്ക് ലക്ഷദ്വീപിൽ വന്നിട്ട് നല്ല ഒരു ഇത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. താങ്ക്സ് എലോഡ് എന്ന് പറയാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാ മീനും ഓരോ മസാല ഇട്ട് കേട്ടോ. കണ്ടല്ലോ, 1 2 3 4 5 6 മസാല ഇട്ടു കേട്ടല്ലോ. 6 വെറൈറ്റി. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, ഇത് കഴിഞ്ഞിട്ട് ചുട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊരു സാധനം പുരട്ടി കഴിക്കും. അതും അത്യാവശ്യമാണ്. മീനിൻ്റെ ലെവൽ മാറുന്ന ഒരു സാധനം കൂടി കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ തീ കത്തിക്കാൻ പോവുകയാണ് മക്കളെ. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്, പൊയ്ക്കളയരുത്, കണ്ടുകൊണ്ടിരുന്നോളേ. ഓക്കെ നമ്മളെ
കണ്ട മക്കളെ ഇതേപോലെ ചുട്ടടിക്കണം ഇങ്ങോട്ട് പോകുന്നേരെ കേട്ടോ കണ്ടോ ഇത് കാണിച്ചു തരാം കേട്ടോ വൈറ്റ് മീറ്റ് ലഗൂൺ ഫിഷ് ആണ്